ഞാന് 2018 സെപ്റ്റംബർ 27-ാം തീയതി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയായിട്ട് ബന്ധപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇന്നിപ്പോ 2020 സെപ്റ്റംബർ 27 കഴിഞ്ഞു, ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞു. 2 വർഷവും ഒരാഴ്ചയും പിന്നിട്ടു. ഇപ്പോ തുടങ്ങിയ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ കുറെ ലീഡേഴ്സ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൈറിച്ചിന്റെ ആദ്യത്തെ ഒരു അവസ്ഥ, ആ ഒരു രൂപം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. 1852-ാമത്തെ ID ആയിട്ടാണ് എന്റെ ID ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ജീനോളജിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കമ്പനിയിൽ എന്റെ രജിസ്റ്റർ നമ്പർ HRDI 1852 ഒരുപാട് ഏകദേശം 1851 പേര് എന്റെ മുന്നേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കയറി വന്നിട്ടുണ്ട്. അവരുടെ ഒരു പിൻമുറക്കാരനായിട്ട് തന്നെയാണ് ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് വന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലേക്ക് ഞാൻ എത്തിയത്. എന്റെ ഒരു ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്നും എന്നെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത്. പക്ഷെ എന്താണ് ഇതിലെ സിസ്റ്റം എന്താണെന്നൊന്നും അദ്ദേഹത്തിന് പറഞ്ഞു തരാനായിട്ടൊന്നും അന്ന് സാധിച്ചില്ല. പക്ഷെ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. നമ്മുടെയൊക്കെ ദൈവതുല്യനായിട്ടുള്ള നമ്മുടെ പ്രതാപൻ സാറിനെ മീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിലൂടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒപ്പം തന്നെ അന്ന് പ്രതാപൻ സാറിന്റെ വലങ്കൈയായിട്ട് പ്രവർത്തിച്ചിരുന്ന സുനിൽ സാറ്, ശരിക്കും അദ്ദേഹമായിരുന്നു ഈ പ്ലാൻ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. കോൺഫിഡൻസ് തന്നത് പ്രതാപൻ സാറും. ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ ഒരു പുതിയൊരു മേഖലയാണ് അന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുകയായിരുന്നു. സത്യത്തിൽ എന്നെ പോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം സംസാരിച്ച എല്ലാവർക്കും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഒരു അവരറിയാത്ത ഒരു പുതിയ മേഖല ആയിരുന്നു. എനിക്കും ഒരുപാട് സംശയങ്ങൾ, പുതിയൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. സുനിൽ സാറിനെ അന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ വധിച്ച ഒരു വ്യക്തി കൂടിയാണ്. കാരണം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും പറയുന്നത്. അങ്ങനെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ഒരുപാട് സംശയങ്ങൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഒരു കാര്യം എന്റെ മുന്നിൽ പ്രൊജക്റ്റ് തന്നിരുന്നു. കാരണം നമുക്കറിയാവുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് മാറിയ ആമസോൺ, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ബിസിനസിനെ എന്താ പറയാ, നമുക്ക് മലർത്തി അടിച്ച് കളഞ്ഞ ഫ്ലിപ്കാർട്ട് എന്ന സംരംഭം. ഈ സംരംഭങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിൽ ഒരു ഒറ്റമുറിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച ഏതാനും വർഷങ്ങൾ മുമ്പ് ചെറിയ രീതിയിൽ ആരംഭിച്ച പ്രസ്ഥാനങ്ങളായിരുന്നു. ആ ചിത്രം എന്റെ മനസ്സിലുണ്ട്. ശരിക്കും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ കുറിച്ച് സുനിൽ സാറും പ്രതാപൻ സാറും പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കയറി വന്നത് ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ആ തുടക്കത്തിലുള്ള ചിത്രങ്ങളായിരുന്നു. ശരിക്കും ആമസോണും ഫ്ലിപ്കാർട്ടിനും ലോകത്തിന്റെ ബിസിനസ് രീതിയെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച ഈ ഹൈറിച്ചും എന്ന ബോധ്യം വന്ന കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഹൈറിച്ചിന്റെ കൂടെ ബിസിനസ് ആരംഭിച്ചത്. ഏകദേശം ഒരു 1.5 മാസത്തോളം ആ ഒരു ബോധ്യം വരാനായിട്ട് എനിക്ക് വേണ്ടി വന്നു. കാരണം ഹൈറിച്ച് എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്തു. പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. 1.5 മാസം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഹൈറിച്ച്. ധൈര്യമായിട്ട് നമുക്ക് ഹൈറിച്ചിന്റെ കൂടെ നിൽക്കാം. നാളെ ലോകം മാറ്റിമറിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഹൈറിച്ച് മാറുമ്പോൾ നമ്മുടെയൊക്കെ ചിത്രം അതേപോലെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആരൊക്കെ കൈപിടിച്ച് ഹൈറിച്ചിലേക്ക് കൊണ്ടുവരുന്നു അവരുടെയൊക്കെ ചിത്രവും ഹൈറിച്ച് മാറ്റിമറിക്കും. ലോകത്തിന്റെ മുന്നിൽ ഒരു
വിജയ ശ്രീലാളിതരായിട്ട് ഉള്ള ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് ഹാരിച്ച് നമ്മളെ സഹായിക്കും എന്ന് ഉത്തമ ബോധ്യം വന്നപ്പോ ഞാൻ ഹാരിച്ചിന്റെ കൂടെ കൈകോർത്തു. ഏകദേശം 2018 ഡിസംബർ മാസത്തോടു കൂടിയിട്ട് ഞാൻ എന്റെ വർക്ക് ആരംഭിച്ചു. വളരെ വർക്ക് ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു നേച്ചർ അത് ഞാൻ എവിടെയും പറയും. കാരണം ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറ്റം കാണുന്നവരെ അത് കണ്ടേ തീരൂ. അറ്റം കാണുന്നവരെ എത്ര ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്തായാലും എന്ത് വന്നാലും ഇതില് ഒരുപാട് പേരെ ഞാൻ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്ത് ഞാൻ ഇറങ്ങിയപ്പോ ഒട്ടനവധി കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. രക്ഷപ്പെട്ട ഒരുപാട് പേര് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, പല മീറ്റിങ്ങുകളിൽ ഹാരിച്ചിന്റെ പല മീറ്റിങ്ങുകളിലൂടെയും നിങ്ങൾ പല എന്റെ ടീമിലൂടെ കയറി വന്ന, ഞാൻ മുഖാന്തരം ഹാരിച്ചിലേക്ക് കയറി വന്ന ഒട്ടനവധി ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല മീറ്റിങ്ങുകളിലായിട്ട്. ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു, ഞാൻ എപ്പോഴും നമ്മുടെ ടീമിലെ ലീഡേഴ്സിനോടൊക്കെ വളരെ മോട്ടിവേറ്റ് ചെയ്ത് പറയാറുണ്ട്, ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യരുത്. ഭ്രാന്ത് പിടിച്ച പോലെ നമുക്കറിയാം, ചില ആൾക്കാർ നമ്മളോട് പറയും അവന് ഭ്രാന്താണെന്ന് പറയും. കാരണം നമ്മുടെ ഈ നടത്തം കണ്ടു കഴിഞ്ഞാൽ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. പാതിരയ്ക്ക് എല്ലാവരും കിടന്നുറങ്ങിയതിനു ശേഷം വീട്ടുകാർ പോലും ഇറങ്ങിയിട്ട് അവരെ വിളിച്ചമർത്തിട്ട് കയറി വരും. എന്നിട്ട് ചിലപ്പോൾ ഭക്ഷണമൊക്കെ തണുത്ത് ചിലപ്പോൾ കേടായിട്ടുണ്ടാവും, കഴിക്കാതെ കിടന്നുറങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ എന്താ പറയാ, ഒരു തരം വട്ട് പിടിച്ച രീതിയിൽ തന്നെ അങ്ങനെ ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെയായിരുന്നു തുടക്കത്തിലല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു തരം ഭ്രാന്താണ് എന്ന് പറഞ്ഞോട്ടെ, ഭ്രാന്തെന്ന് പറഞ്ഞോട്ടെ, എനിക്കിഷ്ടമാണ്. കാരണം ആ ഭ്രാന്ത് ഇന്ന് പതിനായിരക്കണക്കിന് ഫാമിലികളെ നല്ല സാമ്പത്തിക അഭിവൃദ്ധിക്ക് കൊണ്ടുവന്നില്ലേ? ആ ഒരു ഭ്രാന്ത് എനിക്കിഷ്ടം. അത് ഏറ്റെടുക്കാനായിട്ട് അതേ ഭ്രാന്ത് എന്റെ ആ വട്ട് ഏറ്റെടുക്കാനായിട്ട് ഒരുപാട് പേര് തയ്യാറായി. ഇന്ന് അവരൊക്കെ ഇതേമാതിരി ആൾക്കാർ പറയുന്നുണ്ടാവും ഭ്രാന്തനാണെന്ന്, പറഞ്ഞോട്ടെ. അവരൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു. കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. കുടുംബങ്ങൾ മാത്രമല്ല, വെറും തലമുറകൾ വരെ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന്റെ ഗുണമാർക്കാം നമ്മുടെ അടുത്ത തലമുറകൾക്ക് കൂടിയാ. വെറും തലമുറകൾ വരെ രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് ഹൈറിച്ചിനല്ലാതെ വേറെ ഏത് കമ്പനിക്ക് സാധിക്കും അങ്ങനെ ഒരു രക്ഷപ്പെടുത്തല്? ഞാൻ കണ്ടിട്ട് വേറെ ഒരു കമ്പനിയും ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയില് ഇന്റർനാഷണൽ കമ്പനികൾ പോലും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് പോലും സാധിക്കാത്ത ഒരു വലിയ വിജയ കഥയാണ് ഹാരിച്ച് ഓൺലൈൻ ഷോപ്പ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന് രചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ജനങ്ങൾ കയറി വരുന്നവരെ മുഴുവൻ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞ് കൂടെ നിർത്താം, രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്താൻ പറ്റുന്ന വേറെ ഏത് അവസരം നമുക്കുണ്ട് ഇന്ന് ഇന്ത്യയില്? മണ്ണുള്ളി അത് ഹൈറിച്ച് മാത്രം. ഞാൻ പറഞ്ഞു വന്നത് 2018 ഡിസംബറിൽ എന്റെ വർക്ക് ആരംഭിച്ചു. 2019 ഡിസംബറിൽ ഞാൻ നോക്കുമ്പോ വളരെ ഈ നമുക്കറിയാം തുടക്കത്തില് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുള്ളത് നമുക്കറിയാം. ഇപ്പോ എല്ലാം ഒത്തിട്ടോ ഇന്ന് ഹൈറിച്ചിൽ എല്ലാതും ആയിക്കഴിഞ്ഞു. എന്നിട്ടും കയറി വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. വർക്ക് ചെയ്യാനായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അത് ഉറപ്പാണ്. ഏത് ഇൻഡസ്ട്രിയിൽ തുടക്കം കയറി നിൽക്കുന്ന അവസരത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സ്വന്തമായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ എല്ലാവരോടും പറയും, 1 ഇയർ ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണോ? സ്ട്രഗിൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണോ? റിവഞ്ചായിട്ട് നിങ്ങൾ ഒരുപാട് പേര് കളിയാക്കും, അവരോടൊക്കെ ഒരു റിവഞ്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ രക്ഷപ്പെടുന്നത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, നിങ്ങളുടെ അടുത്ത തലമുറ രക്ഷപ്പെടും.
ഇത് ഒരുപാട് കാലത്ത് പ്രവർത്തനം കൊണ്ടൊന്നുമല്ല, 1 ഇയർ, 1 കൊല്ലം നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. സീലിംഗ് ആക്കി തരാൻ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? ഞാൻ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് സീലിംഗ് ആക്കി തരാന്ന്. അവരെല്ലാവർക്കും സീലിംഗ് ആണ്. ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ സീലിംഗ് അച്ചീവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ടീമിൽ വരണം? നമ്മുടെ ടീമിൽ വരണം. വേറൊരു ടീമിൽ പോയാലും സീലിംഗ് അച്ചീവർ ആവില്ല. നമ്മളെ ടീമിൽ വന്നാൽ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ കണ്ടിന്യൂസ് സീലിംഗ് അച്ചീവർ ആവും. അത് ഒരുപാട് പേര് തെളിയിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2019 ഡിസംബറിൽ വന്ന ഏറ്റവും വലിയ വിപ്ലവം എന്താണെന്ന് അറിയോ? ഒറ്റ വർഷം കൊണ്ട് തുടക്കത്തില് 2 ആഴ്ച പണിയെടുത്തപ്പോ 400 രൂപ വാങ്ങിയ ഞാൻ 2019 ഡിസംബറിൽ 5 ലക്ഷം രൂപയുടെ മേലെ വരുമാനം വാങ്ങാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വർഷം കൊണ്ട് ഏതൊരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്താൽ നമ്മുടെ വരുമാനം 5 ലക്ഷം രൂപയുടെ മേലേക്ക് എത്തിക്കാൻ സാധിക്കും? എവിടെയൊക്കെ നമ്മളൊക്കെ പണിയെടുത്തിട്ടുണ്ട്. എത്രയോ അന്യദേശങ്ങളിൽ പോയിട്ട്, വിദേശങ്ങളിൽ പോയിട്ട് എന്തെല്ലാം മേഖലകളിൽ നമ്മൾ പണിയെടുത്തു. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പണിയെടുത്തു. ഇവിടെ ഒരു 10,000-15,000 വരുമാനം കിട്ടണമെങ്കിൽ, ഒരു മാസം ഒരു 10-15,000 രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടണം എന്നുള്ളത് ഇവിടെ പറഞ്ഞ ലീഡേഴ്സ് പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ അവസരങ്ങളും. കുഴിച്ചെടുക്കാനായിട്ട് സ്വർണ്ണ ഖനി നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ മതി. ആത്മാർത്ഥമായിട്ട് ഹൈ റിച്ചിനെ ഏറ്റെടുത്താൽ മതി. നമ്മൾ ഹൈ റിച്ച് ആയിട്ട് മാറും. വെറും 1 ഇയർ, ഒറ്റ വർഷം കൊണ്ട് 400 രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരിക്കും. ലോകത്ത് ഒരുപാട് ആൾക്കും എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു ഹൈ റിച്ചിനെ പോലൊരു അവസരം കിട്ടിയിട്ടുണ്ടാവുന്നുള്ളത്. ഇപ്പോ അത് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഒക്ടോബറിലേക്ക് എത്തി. ഈ കഴിഞ്ഞ ഇത്രയും മാസം കൊണ്ട് 5 ലക്ഷം എന്നുള്ളത് 7 ലക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. എവിടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരു 7 ലക്ഷം രൂപയ്ക്ക് വരുമാനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പരിസരത്ത്, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പരിസരത്തോ ആരെങ്കിലും ഒരാള് കഴിഞ്ഞ 2 വർഷം കൊണ്ട് കച്ചവടം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തിട്ട് 7 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്തിയ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, പ്രൂവ് ആയി കഴിഞ്ഞു. ഇവിടെ നടന്നിരിക്കും. കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിയത് 7,12,190 രൂപയാണ് ഒറ്റ മാസത്തെ വരുമാനം. ഇതുകൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഹൈ റിച്ചിലെ ഓരോ ദിവസവും കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, റീപർച്ചേസിന്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഇൻകം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈ റിച്ചിൽ വരുമാനം മേടിക്കുന്ന ഒരാളുടെ ഗ്രാഫും താഴോട്ട് പോയിട്ടില്ല. ഇതുവരെ വന്നിട്ടുള്ള മുഴുവൻ കുത്തനെ റോക്കറ്റ് പോകുന്ന പോലെ മുകളിലോട്ട് മാത്രം. ഇത് വേറെ ഏത് ബിസിനസ്സിൽ, വേറെ ഏത് തൊഴിലിൽ, വേറെ ഏത് ജോലിയിൽ സാധിക്കും? വൺ ആൻഡ് ഓൺലി ഹൈ റിച്ച്. ഞാൻ ഉറക്കെ പറയണു, നിങ്ങൾ ആരൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നു, ആരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടോ, ആർക്കൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടോ, വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടോ, ഒന്നും എടുത്തു വെക്കണ്ട, ഒതുക്കി വെക്കണ്ട. ഒതുക്കി വെക്കാനുള്ള വല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് മാറ്റി വെക്കാനുള്ളതല്ല നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും. അതൊക്കെ നിറവേറ്റാനായിട്ട് നമുക്കിവിടെ ഇന്ന് അതിനുള്ള പ്രതലമുണ്ട്, ഇവിടെ അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, ഹൈ റിച്ച് ഉണ്ട്. അതിനെ പറ്റിയ ടീം ലീഡേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ. കയറി വരിക, ഒപ്പം നിൽക്കുക. ഈ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങളൊന്ന് ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവരുടെ കൈയൊന്ന് മുറുക്കെ പിടിച്ച് അവരെന്താണോ പറയുന്നത് അതുപോലെ ഒന്ന് കേൾക്കാൻ തയ്യാറായി അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും നാളെ ലോകം അറിയുന്ന, നിങ്ങളുടെ കുടുംബം നിങ്ങളെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്ന ഏറ്റവും വലിയ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരായ വ്യക്തികളായിട്ട് നിങ്ങളെ മാറ്റിയിരിക്കും ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഒപ്പം നിൽക്കുക. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഫുട്ബോൾ കളിക്കുമ്പോ
എവിടെ കളിക്കണം എന്നറിയോ? ഫോർവേഡ് കളിക്കണം. ഗോൾ അടിക്കുന്ന ആരായിരിക്കും? ഫോർവേഡ് കളിക്കുന്നവരായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇറങ്ങി ഫോർവേഡ് കളിക്കുക. ഇതൊരു കളിക്കളാണ്. ബിസിനസ് എപ്പോഴും ഒരു ഗെയിമാണ്. ഇവിടെ ആരാണോ ഗോൾ അടിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. റിസർവ് ആയിട്ട് പുറത്ത് വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ അതിലല്ല കാര്യം. ഇവിടെ കളത്തിലിറങ്ങി ഫോർവേഡ് കളിച്ച് ഗോൾ അടിക്കുന്ന ആള് ആരാണോ അവര് തന്നെയാണ് മിടുക്കന്മാര്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ടീം വിന്നേഴ്സ് ഇന്ന് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ശരവർഷമായിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈറിച്ചിലെ ഫോർവേഡ് കളിക്കാരാണ്, ഫോർവേഡ് പ്ലെയേഴ്സ് ആണ്. ഈ പ്ലെയേഴ്സിന്റെ കൂടെ കയറി നിൽക്കുക, നിങ്ങളുടെ ലൈഫ് മാറ്റുക. ജീവിതം ഒന്നേ ഉള്ളൂ. രണ്ടാമതൊന്നും നമുക്ക്, എനിക്ക് തോന്നുന്നില്ല രണ്ടാമതൊരു ലൈഫ് ഉണ്ടെന്നുള്ളത്. നമ്മൾക്ക് ചിലപ്പോൾ പുരാണങ്ങളിലും മറ്റുള്ള ഇതിഹാസങ്ങളിലൊക്കെ പറയായിരിക്കാം ഇത് കഴിഞ്ഞിട്ടൊക്കെ ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് വേറൊരു ലൈഫ് ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല, റിയൽ ലൈഫ് ഇതാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏകദേശം ഒരു 60, നമ്മളൊക്കെ ഒരു 20 വയസ്സ് വരെ എന്തായിരുന്നു, മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. വേറൊരാളുടെ ആശ്രയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി. ഒരു 60 വയസ്സ് കഴിഞ്ഞാലും വേറെ ആൾക്കാരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും ജീവിക്കണമെങ്കിൽ. പിടിച്ചു നടക്കാൻ ചിലപ്പോൾ വേറൊരാളെ കൂടെ നടത്തേണ്ടി വരും. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാശുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമുക്കൊക്കെ ഇതൊക്കെ വിനിയോഗിക്കാൻ പറ്റുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ചെറിയ പീരീഡാണ്. ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ എൻജോയ് ചെയ്യാനായിട്ട്? നമ്മളൊക്കെ ഏതാണ്ട് കൂട്ടിലടച്ച കിളിയെ പോലെയാണ്. പ്രപഞ്ചം വളരെ വലുതാ. ഈ കൂട്ടിനൊന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ, ഇതിന്റെ വാതിലൊന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറന്ന് കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും കൂട്ടിലടച്ച കിളിയെ പോലെ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള കെട്ടുപാടുകളുടെ ഉള്ളില്, ബുദ്ധിമുട്ടുകളുടെ ഉള്ളില് ഇങ്ങനെ ഒതുങ്ങി ജീവിച്ച് മരിച്ചു പോവുകയാണ് നമ്മൾ ജീവിതം അറിയാതെ. ഞാൻ പറയുന്നത് ജീവിതം എന്നേ ഉള്ളൂ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ജീവിതത്തിൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനും. അതൊക്കെ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം. പൈസ വേണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ രീതിയിലുള്ള ബിസിനസ്സോ വർക്കോ എന്തെങ്കിലും ഒന്നും നമ്മുടെ കയ്യിൽ വേണം. ഇന്ന് ഞാൻ പറയട്ടെ, ഇത്ര നാൾ നമ്മളൊക്കെ അന്വേഷിച്ചു നടന്നു, എന്ത് മേഖലയിൽ പോയാലും നമ്മൾ രക്ഷപ്പെടുന്നു. പല മേഖലകളും നമ്മൾ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും നമുക്ക് റിസൾട്ട് ശരിയായിട്ട് തന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ. കാരണം അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഇതേപോലെ തന്നെ ജീവിക്കേണ്ടി വന്നത്. പക്ഷെ ഇന്ന് ഹൈറിച്ച് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, നിങ്ങൾക്ക് അതൊക്കെ നേടിയെടുക്കാനായിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നേടിയെടുക്കാനായിട്ട് ഇന്ന് ഹൈറിച്ച് കൂടെ ഉണ്ട്. ഈ ഹൈറിച്ചിനെ മുറുകെ പിടിക്കുക, ഈ ലീഡേഴ്സിനെ കൂടെ മുറുകെ പിടിക്കുക. നിങ്ങളെല്ലാവരും ഹൈറിച്ചിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹൈറിച്ച് നാളെ ലോകം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറും. അന്ന് ഹൈറിച്ചില് ലോകം അറിയുന്ന പണക്കാരായിട്ട്, ലോകം അറിയുന്ന മില്യനേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ട്രില്യനേഴ്സ് ആയിട്ട് ഈ ഇരിക്കുന്ന, ഇന്ന് ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ എന്തായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെല്ലാവരും ഒപ്പുണ്ടാകുക. എന്നാലും ഞാനിവിടെ ഒന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇപ്പോ നേരത്തെ അൻവർ സാർ പറഞ്ഞു, ഒരു ക്രെറ്റ കാറാണ് 3 മാസം മുമ്പ് ഞാൻ എടുത്തതെന്നുള്ളത്. ക്രെറ്റ കാറ് എന്റെ ഡ്രീമിലെ ഏറ്റവും എൻഡ് അല്ലാതെ ബിഗിനിങ് ആണ്. ഒരു കാറ് എന്നുള്ള സ്വപ്നത്തില് എന്റെ ഏറ്റവും ആദ്യത്തെ സ്വപ്നമാണ്, ഏറ്റവും ചെറിയ തുടക്കാണ് ക്രെറ്റ. വരാൻ പോകുന്ന കാഴ്ചകൾ കാണാൻ കിടക്കണേ ഉള്ളൂ. ഇത് ജീവിതം, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ജീവിതം, അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് എന്റെ ഒപ്പം ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. വിഷ് യു ഓൾ ദ സക്സസ്.